തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഈ തപ്പനമട്ടൽ കൊണ്ട് വലിയ തൂക്കുമരൊക്കെ ഉണ്ടാക്കി കയറൊക്കെ റെഡിയാക്കിയിട്ട് ഹുബൈബിനോട് അബൂ സുഫിയാൻ പറയുന്നുണ്ട്, ഹുബൈബ് ഞങ്ങൾ വെറുതെ രക്ഷപ്പെടുത്തി വിടാം, പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഈ തൂക്കുമരത്തിൽ കിടക്കുന്നത് എനിക്ക് പകരം മുഹമ്മദ് ആയിരുന്നെങ്കിൽ ഞാനത് ആഗ്രഹിക്കുന്നു എന്ന് നീ നിന്റെ വായോണ്ട് വെറുതെ പറഞ്ഞാൽ മതി. അത്രേ ആവശ്യമുള്ളൂ. അത് ഏതായാലും നടക്കണ കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. എന്നാലും ഇത് എനിക്ക് പകരം നിങ്ങൾ മുഹമ്മദിനെ ഇവിടെ തൂക്കിലേറ്റുകയാണെങ്കിൽ ഞാനത് ഇഷ്ടപ്പെടുന്നു എന്ന് നീ എന്റെ വായോണ്ട് പറഞ്ഞാൽ എന്നെ വെറുതെ വിടും, എന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാം, മദീനയിലേക്ക് മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്ന എന്താണ്? എന്റെ ഹബീബിന്റെ കാൽപാദത്തിനിടയിൽ ഒരു മുള്ളു തറച്ചു എന്ന ഒരു വാർത്ത കേൾക്കാൻ പോലും എന്റെ മനസ്സിന് കരുത്തില്ല. തൂക്കിക്കൊല്ലല് പോകട്ടെ, നിങ്ങൾ എന്നെ എങ്ങനെ കൊന്നാലും എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. തൂക്കിക്കൊല്ല്, വെട്ടിക്കൊല്ല്, കഷ്ണായിട്ട് മുറിച്ചു കൊല്ല്, എങ്ങനെ എന്നെ നിങ്ങൾ കൈകാര്യം ചെയ്താലും കൊന്നുകളഞ്ഞാലും ലാ ഉബാലി, അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷേ എന്റെ ഹബീബായ റസൂലിന്റെ കാൽപാദത്തിനടിയിൽ ഒരു മുള്ളു തറച്ചു എന്ന വാർത്ത കേൾക്കാൻ ഹുബൈബിന്റെ മനസ്സിന് കരുത്തില്ല. അതെനിക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. അന്ന് അബൂ സുഫിയാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അത് വളരെ പ്രസിദ്ധമാണ്. ഇത് കേട്ടിട്ട് അബൂ സുഫിയാൻ പറഞ്ഞ വാക്ക്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ മാ യുഹിബ്ബു അസ്ഹാബ് മുഹമ്മദിൻ മുഹമ്മദാൻ. മുഹമ്മദിന്റെ ആളുകൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരാളുകൾ വേറൊരാളെ സ്നേഹിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ അന്ന് പറഞ്ഞ ഒരു വാക്ക് പിന്നീട് ഭയങ്കര പ്രശസ്തമായൊരു വാക്കാണ്. അത് വൈറലായി പോയ വാക്കാണ്.